ഓല ഇലക്ട്രിക് ഒരു കാലത്ത് ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണി അടക്കി വാണിരുന്നൊരു പേരായിരുന്നു ഇത്, അല്ലേ? പക്ഷെ ഇന്ന് കഥയാകെ മാറി. അപ്പം നമ്മുടെയെല്ലാം മനസ്സിലുള്ള ഒരു ചോദ്യമുണ്ട്. ഓല ഇലക്ട്രിക് ഒരു റിസ്ക്കുള്ള നിക്ഷേപമാണോ, അതോ ഭാവിയിൽ വലിയ ലാഭം തരാൻ കെൽപ്പുള്ള ഒരു മൾട്ടി ബാഗർ ആണോ? നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്നിറങ്ങിച്ചില്ല. ആദ്യം തന്നെ ഈ ഒരു കണക്ക് നോക്കൂ. -86%. എന്താ അല്ലേ? അതിന്റെ ഏറ്റവും ഉയർന്ന വിലയിൽ നിന്ന് ഓലയുടെ ഓഹരി ഇടിഞ്ഞ കണക്കാണിത്. ഇതൊരു ചെറിയ വീഴ്ചയല്ല. ഓല നേരിടുന്ന പ്രതിസന്ധി എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു നമ്പർ മാത്രം മതി. അപ്പോ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ രണ്ട് പ്രധാന ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയിലെ മാർക്കറ്റിലെ രാജാവായിരുന്ന ഓലയ്ക്ക് ഇതെന്തുപറ്റി? എങ്ങനെ ഇത്ര വലിയൊരു വീഴ്ച സംഭവിച്ചു? അതിലും പ്രധാനമായി, ഇതിൽ നിന്നൊരു തിരിച്ചുവരവ് സാധ്യമാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നെഗറ്റീവ് സൈഡ് നോക്കാം. എന്തുകൊണ്ടാണ് പലരും ഓല ഒരു റിസ്കി ബെറ്റാണെന്ന് പറയുന്നത്? എന്തൊക്കെയാണ് ഈ തകർച്ചയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ? ദാ ഈ ചാർട്ടൊന്ന് നോക്കിയാൽ മതി. 2024-ൽ മാർക്കറ്റിന്റെ 35% കയ്യിലുണ്ടായിരുന്ന ടീമാണ്. അവിടെ നിന്നാണ് 2025-ൽ 16%-ലേക്കും ഇപ്പോ ഈ ഫെബ്രുവരി ആയപ്പോഴേക്കും വെറും 3.7%-ലേക്കും കൂപ്പുകുത്തിയത്. വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമുള്ള കണക്കാണിതല്ലേ? ഈ വീഴ്ചയുടെ ആഴം എത്രത്തോളമുണ്ടെന്ന് ഈ ടേബിൾ കാണിച്ചു തരും. ഇന്ന് ടി.വി.എസ്., ബജാജ്, ഏതർ എനർജി പോലുള്ള പരമ്പരാഗത കമ്പനികൾ ഓലയെ ബഹുദൂരം പിന്നിലാക്കി. ടി.വി.എസിന് ഏകദേശം 29% വിപണി വിഹിതമുള്ളപ്പോൾ ഓലയുടെ കയ്യിലുള്ളത് വെറും 4%-ൽ താഴെയാണ്. അതായത് കളി മൊത്തത്തിലും മാറി. അപ്പോ എന്തുകൊണ്ടാണ് ഈ ഇടിവ് സംഭവിച്ചത്? പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. 1, സർവീസിനെയും ക്വാളിറ്റിയെയും പറ്റി എവിടെ നോക്കിയാലും പരാതികളായിരുന്നു. 2, ആളുകൾക്ക് വിശ്വാസമുള്ള പഴയ ബ്രാൻഡുകളിലെ ടി.വി.എസ്., ബജാജ് അവരിലേക്ക് പതിയെ മാറാൻ തുടങ്ങി. പിന്നെ ഇതാണ് ഏറ്റവും വലിയൊരു അടി. ഓല അവരുടെ 4000 സ്റ്റോറുകൾ വെട്ടിക്കുറച്ച് ഏകദേശം 550 ആക്കി. അപ്പോത്തിന് ആളുകൾക്ക് സ്കൂട്ടർ കാണാനും വാങ്ങാനും സർവീസ് ചെയ്യാനും എവിടെ പോകും? മാർക്കറ്റ് ഷെയർ പോയത് മാത്രമല്ല പ്രശ്നം. കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങളും അത്ര പന്തിയിലല്ല. നിങ്ങൾ നോക്കൂ, 2026 സാമ്പത്തിക വർഷത്തിലെ 3ാം ക്വാർട്ടറിൽ മാത്രം 487 കോടി രൂപയുടെ നഷ്ടം. ഇതൊരു ചെറിയ സംഖ്യയല്ല. അനലിസ്റ്റുകൾ ഇതിനെപ്പറ്റി പറയുന്ന ഒരു വാക്കാണ് വാല്യൂ ട്രാപ്പ്. കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്ന് തോന്നും, പക്ഷെ സിമ്പിളാണ്. അതായത് വില കുറഞ്ഞത് കണ്ട് നമ്മൾ ചാടി വീഴും, പക്ഷെ വാങ്ങിക്കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് അതിന്റെ ക്വാളിറ്റി മോശമാണെന്ന്. അതുപോലെ ഓലയുടെ ഷെയർ പ്രൈസ് കുറവാണ്, പക്ഷെ അതിന് കാരണം കമ്പനിയുടെ ബിസിനസ് തന്നെ മോശമാവുന്നതുകൊണ്ടാണ് എന്നാണ് പലരും കരുതുന്നത്. പക്ഷേ ഈ നെഗറ്റീവ് കണക്കുകൾക്കൊക്കെ ഉള്ളിൽ അധികമാരും ശ്രദ്ധിക്കാത്ത വേറൊരു കഥയുണ്ട്. അതാണ് ശരിക്കും ഇൻട്രസ്റ്റിംഗ്. ശരി, അപ്പൊ കഥയുടെ നെഗറ്റീവ് സൈഡ് നമ്മൾ കണ്ടു. ഇനി പോസിറ്റീവ് സൈഡ് നോക്കാം. ഓലയ്ക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാണോ? ഒരു മൾട്ടി ബാഗർ ആകാനുള്ള സാധ്യതയുണ്ടോ? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ദാ ഈ കണക്കാണ് കഥ മാറ്റുന്നത്. ഭീമമായ നഷ്ടം രേഖപ്പെടുത്തിയ അതേ ക്വാർട്ടറിൽ ഓലയുടെ ഗ്രോസ് മാർജിൻ 34.3%-ലെത്തി. അതൊരു റെക്കോർഡാണ്. എന്താണ് ഈ ഗ്രോസ് മാർജിൻ എന്ന് വെച്ചാൽ? ഒരു സ്കൂട്ടർ ഉണ്ടാക്കി വിൽക്കാനുള്ള ചെലവ് കഴിഞ്ഞാൽ കമ്പനിക്ക് കയ്യിൽ കിട്ടുന്ന ലാഭം. ഇതിത്രയും കൂടിയതിനർത്ഥമെന്താ? അവര് വിൽക്കുന്ന ഓരോ സ്കൂട്ടറിലും ഇപ്പോൾ കിട്ടുന്ന ലാഭം പണ്ടത്തേക്കാൾ വളരെ കൂടുതലാണ്. അപ്പൊ എങ്ങനെയാണ് ഈ മാജിക് സംഭവിച്ചത്? അതിന്റെ ഉത്തരമാണ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ. സിമ്പിളായി പറഞ്ഞാൽ, സ്കൂട്ടറിന് വേണ്ട പ്രധാന ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ബാറ്ററി, പുറത്തുനിന്ന് വാങ്ങുന്നതിനു പകരം സ്വന്തമായിട്ടുണ്ടാക്കാൻ തുടങ്ങി. ഓലയുടെ ഗിഗാ ഫാക്ടറി അതിനു വേണ്ടിയുള്ളതാണ്. ഇത് ചെലവ് നന്നായി കുറയ്ക്കും, ലാഭം കൂട്ടുകയും ചെയ്യും. ഇതാണ് അവരുടെ ഗെയിം പ്ലാൻ. അതായത് കമ്പനി മൊത്തത്തിൽ ഒരു സ്ട്രാറ്റജി മാറ്റിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ കയ്യിലുള്ള കാശ് മുഴുവൻ ഖർച്ചാക്കി മാർക്കറ്റ് പിടിക്കാനല്ല ഇപ്പോൾ ശ്രമിക്കുന്നത്. പകരം ലാഭമുണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കുന്നു. പുതിയ ഫാക്ടറികൾ തുടങ്ങുന്നതിന് പകരം നിലവിലുള്ളവയുടെ കപ്പാസിറ്റി മുഴുവനായി ഉപയോഗിക്കാനാണ് പ്ലാൻ. ഇതൊരു പക്വത വന്ന കമ്പനിയുടെ ലക്ഷണമായി കാണാം. അപ്പോ ഒരു വശത്ത് വലിയ തകർച്ചയുടെ കഥ, മറുവശത്ത് തിരിച്ചുവരവിന്റെ ചില പച്ചക്കൊടികൾ. ഇനിയെന്ത്? ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നോക്കൂ, നമ്മളീ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും മാർക്കറ്റിലെ വിദഗ്ധർക്ക് എപ്പോഴും സംശയമാണ്. ഈ ചാർട്ട് നോക്കിയാൽ മതി. ഒരാൾ പോലും ഓലയുടെ ഷെയർ വാങ്ങിക്കോ എന്ന് പറയുന്നില്ല. ഭൂരിഭാഗം പേരും ഒന്നുകിൽ വിറ്റൊഴിവാക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ നോക്കിയിരിക്കാൻ പറയുന്നു. അപ്പോ ഓല ട്രാക്കിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാം? അതിന് 3 സിഗ്നലുകൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തത്, അവരുടെ മാസവരുമാനം കൂടുന്നുണ്ടോ നോക്കുക. സെയിൽസ് തിരിച്ചു വന്നാലേ കളത്തിൽ നിൽക്കാൻ പറ്റൂ. രണ്ടാമത്തത്,
ഈ പറഞ്ഞ ഉയർന്ന ലാഭക്ഷമത അവർക്ക് തുടർന്നും നിലനിർത്താൻ പറ്റുന്നുണ്ടോന്ന് നോക്കണം. അത് അവരുടെ പുതിയ ബിസിനസ് മോഡൽ വർക്ക് ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ്. അവസാനത്തത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനം, സർവീസിനെക്കുറിച്ചുള്ള കസ്റ്റമർ പരാതികൾ കുറയുന്നുണ്ടോ, റേറ്റിംഗുകൾ മെച്ചപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ആളുകളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാതെ ഒരു തിരിച്ചുവരവ് അസാധ്യമാണ്. അപ്പോ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ഓല ഇലക്ട്രിക് വെറുമൊരു പെന്നി സ്റ്റോക്ക് പ്രതിസന്ധിയിൽ ഒതുങ്ങിപ്പോകുമോ, അതോ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് വലിയൊരു നേട്ടം സമ്മാനിക്കുന്ന ഒരു മൾട്ടി ബാഗറായി മാറുമോ? ഇതിന്റെ ഉത്തരം നൽകേണ്ടത് ഓലയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളാണ്. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത സിഗ്നലുകൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് മാത്രം ഒരു തീരുമാനമെടുക്കുന്നതായിരിക്കും ബുദ്ധി.